ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് ഇനി വരുന്ന 6ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി വരുന്ന ഘട്ടങ്ങളിൽ മുൻവർഷ ചോദ്യങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ അശോക ചക്രവർത്തി എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? കേരളത്തിലെ അശോക ചക്രവർത്തി എന്നറിയപ്പെടുന്ന രാജാവ് ആരാണ്? വരഗുണനാണ്. വരഗുണൻ. തൂതപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? തൂതപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്. ഭാരതപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ കേരള മുഖ്യമന്ത്രി ആര്? സി അച്യുതമേനോനാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ കേരള മുഖ്യമന്ത്രി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനം ഏത്? ഉത്തരം പണ്ടാരപ്പാട്ട വിളംബരമാണ്. കർഷകരുടെ മാഗ്ന കാർട്ടയാണ് പണ്ടാരപ്പാട്ട വിളംബരം. ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ പ്രകീർത്തിച്ച് എഴുതിയ കൃതി ഏത്? നവമഞ്ജരിയാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികളെ പ്രകീർത്തിച്ച് എഴുതിയ കൃതി. കീഴരിയൂർ ബോംബ് കേസ് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്നതാണ്. വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് ആര്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നവയാണ് സിർക്കുകൾ. സിർക്കുകൾ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാകുന്നവയാണ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിതമായത്? റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിതമായത്. സാദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാരൻ ദ്വീപിലാണ്. ബാരൻ ദ്വീപ്. കാക്രപ്പാറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? കാക്രപ്പാറ ഗുജറാത്തിലാണ്. തേഭാഗ സമരം നടന്നത് എവിടെ? തേഭാഗ സമരം നടന്നത് ബംഗാളിലാണ്. 1857 വിപ്ലവത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര്? ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ആണ്. ബീഗം ഹസ്രത് മഹൽ. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന സന്ധി ഏത്? ലക്നൌ സന്ധിയാണ്. ലക്നൌ സന്ധി. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി. ലേന കരാർ തയ്യാറാക്കാൻ സർദാർ പട്ടേലിനൊപ്പം പ്രവർത്തിച്ചത് ആര്? BP മേനോനാണ്. BP മേനോൻ. നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി മാസം 1-നാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മമല്ലാത്തത് ഏത്? ധർമ്മമല്ലാത്തത് നിക്ഷേപം സ്വീകരിക്കലാണ്. നിക്ഷേപം സ്വീകരിക്കൽ. ഇന്ത്യൻ ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡ് പരാമർശിച്ചിരിക്കുന്ന വകുപ്പ് ഏതാണ്? 44-ാം വകുപ്പാണ്. 44. മൈക്രോ ഫിനാൻസിന് ഒരു ഉദാഹരണം ഏത്? മൈക്രോ ഫിനാൻസിന് ഒരു ഉദാഹരണം കുടുംബശ്രീയാണ്. കുടുംബശ്രീ. അടുത്ത ചോദ്യം, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സുസ്ഥിര വികസനമായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത ചോദ്യം, ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ.
സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1979 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? സ്ത്രീ വിവേചന നിവാരണ നടപടിയാണ്. സ്ത്രീ വിവേചന നിവാരണ നടപടി. 2003 89 ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്ത്? പട്ടികവർഗക്കാർക്കു വേണ്ടി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു. മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം എന്ത്? മുദ്രാ ബാങ്കിന്റെ ലക്ഷ്യം ചെറുകിട വായ്പ നൽകലാണ്. ചെറുകിട വായ്പ നൽകൽ. റോബോട്ടിന് പൗരത്വം അനുവദിച്ച ആദ്യ രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് എന്ന്? GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. 2017 ജൂലൈ 1 2018 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ആ ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു. MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ. രാജ്യാന്തര പ്രകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് മാസം 16. മെയ് 16. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? NV രമണയാണ്. NV രമണ. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗ്യൂട്രസ്. അന്റോണിയോ ഗ്യൂട്രസ് ആണ്. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനക്കാർക്ക് പെട്രോൾ ഇല്ല എന്ന നിയമം പ്രാബല്യത്തിൽ വരുത്തിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ വ്യക്തിത്വ പദവി ലഭിച്ച നദി ഏത്? യമുന നദിയാണ്. യമുന. ഇപ്പോഴത്തെ തെലങ്കാന മുഖ്യമന്ത്രി ആര്? കെ ചന്ദ്രശേഖര റാവു ആണ്. കെ ചന്ദ്രശേഖര റാവു. കുട്ടികളുടെ ആരോഗ്യം, പോഷകാഹാരം, വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന UN സംഘടന ഏതാണ്? യുണിസെഫ് ആണ്. യുണിസെഫ്. റബ്ബറിനുണ്ടാകുന്ന വിലയിടിവ് ഏറ്റവും അധികം ബാധിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. IT നിയമം ഇന്ത്യയിൽ നടപ്പാക്കിയ വർഷം ഏത്? 2000 2000. IRNSS എന്നത് ഒരു നാവിഗേഷൻ ഉപഗ്രഹമാണ്. ഒരു നാവിഗേഷൻ ഉപഗ്രഹം. കേന്ദ്ര നെല്ലു ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കട്ടക്ക്. കട്ടക്കിലാണ് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ഏത്? ഭാവിയുടെ ലോഹം ടൈറ്റാനിയം ആണ്. ടൈറ്റാനിയം. യുദ്ധഭീഷണി നേരിടുന്ന സിറിയ ഏത് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സിറിയ ഏഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്ര സംഘടന മലാല ദിനമായി ആചരിച്ച ദിവസം ഏത്? 2013 ജൂലൈ മാസം 12. 2013 ജൂലൈ മാസം 12. സൂര്യപ്രകാശത്തിലെ ഏത് കിരണങ്ങളാണ് സോളാർ കുക്കർ ചൂടാക്കാൻ സഹായിക്കുന്നത്? ഇൻഫ്രാറെഡ് രശ്മിയാണ്. ഇൻഫ്രാറെഡ് രശ്മി. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ ആയിരുന്നത് ആരാണ്? സതീഷ് ധവാൻ ആണ്. സതീഷ് ധവാൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏത്? പാരമ്പര്യേതര ഊർജ സ്രോതസ് സൗരോർജമാണ്. സൗരോർജം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റോബോട്ടുകൾ പ്രവർത്തിക്കുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ ആണ്. ജപ്പാൻ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? 2008 ഒക്ടോബർ മാസം 22 ഇന്ത്യൻ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ പ്രസിഡന്റ് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് ഏതാണ്? ഇപ്പൊ ബാഡ്ലയാണ്. ഇന്ത്യയിലെ ബാഡ്ല. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ ചുമതല നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ആണ്. നാഷണൽ ഹൈവേ അതോറിറ്റി. ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന് പറയുന്ന പേരെന്താണ്? ലൂ ആണ്. ലൂ. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടകയും തമിഴ്നാടും തമ്മിലാണ് കാവേരി നദീജല തർക്കം നടക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? ഖാരിഫ് വിള ചോളമാണ്. ചോളം. അടുത്ത ചോദ്യം, മുഗൾ ഭരണ സമ്പ്രദായത്തിന്റെ ശില്പി ആരാണ്? ഇതിലെ PSC കൊടുത്ത ഫൈനൽ ആൻസർ അക്ബർ എന്നതാണ്.
മുഗൾ ഭരണ സമ്പ്രദായ സ്ഥാപകൻ ബാബറാണ്. ശില്പി എന്നതിന് അക്ബർ എന്നാണ് PSC ഉത്തരം കൊടുത്തത്. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാണ്? പാണ്ഡ്യർ ആണ്. മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ച രാജവംശം പാണ്ഡ്യവംശം. ഡോൺ ക്യുക്സോട്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? സെർവാന്റിസ് ആണ് ഡോൺ ക്യുക്സോട്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിന് വിരാമം ഇടാൻ സഹായിച്ച ഘടകം ഏതാണ്? 1887 മഹത്തായ വിപ്ലവമാണ്. പഞ്ചശീല തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം ഏത്? ചൈനയാണ്. ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉടമ്പടി നടന്നത്. വ്യാവസായിക വളർച്ചയ്ക്കും ഗതാഗത വികസനത്തിനും മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 2ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത്? റഷ്യയിൽ നിന്നാണ് ഇന്ത്യ സ്വീകരിച്ചത്. ദേശീയ ഗ്രാമവികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1980 ദേശീയ ഗ്രാമവികസന പദ്ധതി നടപ്പിലാക്കിയത്. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? പൗരത്വമാണ്. LIC സ്ഥാപിതമായ വർഷം ഏത്? LIC സ്ഥാപിതമായത് 1956 ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയുടെ ആസ്ഥാനം ഏതാണ്? ന്യൂയോർക്ക് ആണ് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയുടെ ആസ്ഥാനം. ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്? ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസിയുടെ ആത്മകഥയാണ്. മലബാർ കലാപത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആശാൻ രചിച്ച കാവ്യം ഏത്? ആശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന് പറഞ്ഞത് ആര്? വേണ്ട എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. തെണ്ടിവർഗം എന്ന കൃതി രചിച്ചത് ആരാണ്? തകഴി ശിവശങ്കരപിള്ള. ക്ഷേത്രപ്രവേശന വിളംബരം ചെയ്ത തിരുവിതാംകൂർ മഹാരാജാവ് ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ശ്രീ ചിത്തിര തിരുനാൾ. 2014 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരായിരുന്നു? IV ശശി. 2017 നടന്ന പരീക്ഷയ്ക്ക് 2014 കറണ്ട് അഫയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പൊ നിലവിൽ അശ്വിനി വൈഷ്ണവാണ്. ഇതൊക്കെ ആ ടൈമിലെ കറണ്ട് അഫയർ ആയിരുന്നു. 2015 ലോക വനിതാ വിംബിൾഡൺ ട്രോഫി നേടിയത് ആരാണ്? സെറീന വില്യംസ്. 2015 ഖേൽരത്ന അവാർഡ് ജേതാവ് ആരായിരുന്നു? സാനിയ മിർസ. ഗുലാം അലി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഗുലാം അലി ഗസലാണ്. ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏത്? ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ജനങ്ങളിൽ എത്തിച്ച മഹാൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് സ്വേദനം എന്ന പേരിലാണ്. വാഹനങ്ങളിലെ കണ്ണാടികളിൽ ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? കോൺവെക്സ് മിറർ. സോണാർ സംവിധാനം ഉപയോഗിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് രംഗത്താണ്? കപ്പൽ ഗതാഗതം. ക്രയോജനിക് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ക്രയോജനിക് കുറഞ്ഞ ഊഷ്മാവിനെ പറ്റിയുള്ള പഠനമാണ്. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്ര? മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം 7.3 to 7.4 ആണ്. മംഗൾയാൻ ദൗത്യം ഏത് ഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്? മംഗൾയാൻ ദൗത്യം ചൊവ്വാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? റിക്കറ്റ്സ് കണാരോഗമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. കണ്ടൽക്കാടുകളെ സ്നേഹിച്ചിരുന്ന ഈയിടെ അന്തരിച്ച മലയാളി പരിസ്ഥിതി പ്രവർത്തകൻ ആര്? കല്ലേൻ പൊക്കുടൻ. വർഷ ബീമ ഇൻഷുറൻസ് ഏത് വിഭാഗത്തിൽ പെടുന്നു? മഴക്കെടുതിയാണ്. വർഷ എന്ന് പറയുമ്പോൾ തന്നെ മഴ എന്ന് ഓർക്കാം.
ധവള വിപ്ലവത്തിന്റെ പിതാവ് ആര്? ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യനാണ്. വർഗീസ് കുര്യൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ. google.comന്റെ ഇപ്പോഴത്തെ സ്ഥാപന മേധാവി ആര്? സുന്ദർ പിച്ചൈയാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 51A അനുശാസിക്കുന്നത് എന്തിനെ പറ്റിയാണ്? മൗലിക ചുമതലകളാണ്. മൗലിക ചുമതലകൾ. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഇന്ത്യയുടെ ശില്പി ആരാണ്? ഇതിൽ രണ്ടുത്തരം വരുന്നുണ്ട്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പിന്നെ ഗവർണർ ജനറൽ ചോദിച്ചാൽ അത് ഡൽഹൌസി പ്രഭു ആണ്. PSC കൊടുത്ത ഫൈനൽ ആൻസർ ഡൽഹൌസി പ്രഭു എന്നായിരുന്നു. കേരളത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1998 ഡിസംബർ മാസം 11. 1998 ഡിസംബർ 11. മാറുമറയ്ക്കാൻ വേണ്ടി കേരളത്തിൽ നടന്ന ഒരു സമരം ഏതാണ്? ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള. പേരിന്റെ കൂടെ മഹാത്മാ എന്ന് ചേർത്ത് വിളിച്ചിരുന്ന കേരളീയൻ ആര്? മഹാത്മാ അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. മിൽമ സ്ഥാപിതമായ വർഷം ഏത്? മിൽമ സ്ഥാപിതമായ വർഷം 1980. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ. കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപകൻ ആര്? PN പണിക്കരാണ്. PN പണിക്കർ. കേരളത്തിൽ കാറ്റാടി വൈദ്യുത പദ്ധതി പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിച്ച ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ല. ഭരണഘടനയുടെ 24-ാം അനുച്ഛേദം വിശദമാക്കുന്നത് എന്തിനെ പറ്റിയാണ്? ബാലവേല നിരോധനമാണ്. ബാലവേല നിരോധനം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മറീന ബീച്ച്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ആര്? ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരി. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി ഏത്? പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി രവിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശുദ്ധജല തടാകം കൊല്ലേരു ആണ്. കൊല്ലേരു. അടുത്ത ചോദ്യം, ദേശീയ വന്യജീവി വാരം ആചരിക്കുന്നത്? ദേശീയ വന്യജീവി വാരം ആചരിക്കുന്നത് ഒക്ടോബറിലാണ്. ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിക്കുന്നത്? ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28. അപ്പൊ നമ്മൾ 120 ചോദ്യങ്ങൾ, ഈ 2 ചോദ്യ പേപ്പറിലായിട്ട് 120 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കുറെ ചോദ്യങ്ങളൊക്കെ PSC ഡിലീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്തത് ആ ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു. അപ്പൊ ഏകദേശം 100 ചോദ്യം, 100-ലധികം ചോദ്യം നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടുതലും PSCയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച്, അതായത് PSC SCRTയെ ഫോക്കസ് ചെയ്തപ്പോൾ തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കൂടുതലും PSCയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച്, അതായത് 2017 ഇപ്പറയാണ് PSC SCRTക്ക് കൂടുതൽ ഫോക്കസ് നൽകി തുടങ്ങിയത്. അപ്പൊ ആ ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പരമാവധി പ്രയോജനപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയൊരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വ്ലോഗിഫിക്കേഷൻ. അപ്പോൾ ആ ചാനലിലും നിങ്ങൾ ഈ ചാനലിൽ നൽകിയതുപോലെയുള്ള സപ്പോർട്ട് നൽകുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.